ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസുകളുടെ ഇനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ധാരാളം ഇനങ്ങൾ പറഞ്ഞു. ഇനി ആറാമത്തെ ഇനം പറയാം. അതിന് മുമ്പ് പറഞ്ഞതൊക്കെ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകൾ പരിശോധിക്കുക. നജസുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് രക്തം. രക്തം നജസാണ്. ഒരിക്കലും രക്തം നമ്മള് ശരീരത്തിലൊക്കെ മേത്തൊക്കെ ഒന്നായിട്ട് തേക്കരുത് എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കൊരു പണിയുണ്ട്. പഴയ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്റെ ശരീരത്തിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ രക്തത്തെ മുറിവ് വന്നാല് വായിൽ വെച്ച് ഈമ്പി കുടിക്കാം ആ രക്തം. എന്നിട്ട് പറയുക, അല്ലാ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലെ രക്തമാണ്, കളയാൻ പാടില്ല. അത് കഴുകി വൃത്തിയാക്കുക എന്നല്ലാതെ നജസ് വീണ്ടും കുടിക്കലാ. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ അറിയാതെ ഏതോ കുട്ടികളേക്കൊന്ന് കേട്ടിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നിട്ടുണ്ട്. അവൻ നജസാണത്, ദം ഒരിക്കലും ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. മറ്റൊന്നാണ് ജലം. അത് നജസാണ്. ജലം അത് ഈ രക്തം തരം മറിഞ്ഞിട്ടുണ്ടാകുന്ന മറ്റൊരു രക്തം തന്നെയാണത്, തരം മറിഞ്ഞ രക്തം, ജലം. അതുപോലെ ചീഞ്ചലം, അത് മണം കെട്ട വാസന കൂടി ഉണ്ടാകും. രക്തം, ജലം, ചീഞ്ചലം. പക്ഷേ ഈ രക്തം നജസാണ് എന്നതിൽ നിന്നും കരള് രക്തത്തിന്റെ കട്ടയാണ് എന്ന് പറയുന്നുണ്ട്. കരള് അത് രക്തക്കട്ടയാണെങ്കിലും അത് നജസ് അല്ല. രക്തത്തിൽ നിന്നും നജസായ രക്തത്തിൽ നിന്നും നജസാണ് എന്ന മസ്അലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കരള് രക്തമാണെങ്കിലും നജസല്ല. അതുപോലെ തിഹാല് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് ജീവികളിൽ, എന്തോ പറയും. അതും എന്തല്ല, നജസിന്റെ ഇനത്തിൽപ്പെട്ട രക്തക്കട്ട തന്നെയാണ്, പക്ഷെ നജസല്ല. അതുപോലെ കസ്തൂരി എന്നത് മാനിന്റെ രക്തമാണ്, പക്ഷെ മിസ്ക് എന്ന് പറയും. നല്ല സ്മെല്ലാണ്, വാസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കസ്തൂരിയേക്കാളും വാസനയുണ്ടായിരുന്നു എന്ന് പറയും. അത്രയും നല്ല സ്മെല്ല്, ഏറ്റവും നല്ല സുഗന്ധം കസ്തൂരിയാണ് എന്ന് കാണാം. ആ കസ്തൂരി മാനിന്റെ ഒരു രക്തമാണ്, രക്തത്തിനാൽ ഉണ്ടായതാണ്. പക്ഷെ അത് നജസ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ നജസ് അല്ലാത്തത് എന്താ? കരള്, പിന്നെ തിഹാല്, പ്ലീഹ എന്ന് പറയും, കസ്തൂരി. അതുപോലെ രക്തക്കട്ട, മാംസക്കട്ട. മനുഷ്യ കുഞ്ഞായി മനിയെ മാറിയിട്ട് രക്തക്കട്ടയായി മാറും ഗർഭാശയത്തില്. തുടക്കത്തില് മനിയായി 40 ദിവസം നിൽക്കും. പിന്നീട് 40 ദിവസം രക്തക്കട്ടയായി നിൽക്കും. അപ്പൊ എത്രയായി? 40 80 ദിവസമാകും രക്തക്കട്ടായി നിൽക്കാൻ. 80 ദിവസം എന്ന് പറയാൻ എത്ര മാസം നോക്കിയാൽ മതി? 30, 60, 2.5 മാസം വരും. പിന്നീട് അത് മാംസക്കട്ടയായി, പിന്നെ അടുത്ത 40. അപ്പൊ മൂന്നാമത്തെ 40 അത് മാംസക്കട്ടയായി മാറും. അപ്പൊ എത്ര മാസം നോക്കിയാൽ മതി? 40 വീതം കൂട്ടിയാൽ. മനിയായി നിൽക്കല് 40 ദിവസവും 1 മാസം 10 ദിവസവും. രക്തക്കട്ടയായി നിൽക്കല് അടുത്ത 40 ദിവസം. പിന്നെ അത് മാംസക്കട്ടയായി നിൽക്കും. ആ മനിയ മറിഞ്ഞ രക്തക്കട്ടയും മാംസക്കട്ടയും ശുദ്ധിയുള്ളതാണ്, നജസ് അല്ല എന്ന്. അപ്പൊ അത് രക്തക്കട്ടയാണല്ലോ, പക്ഷെ നജസ് അല്ല. അപ്പൊ രക്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിലാണ് അതിനെ എണ്ണിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്രകാരം തന്നെയാണ് പാല്. രക്തത്തിന്റെ കലർപ്പുള്ള പാല് വരും ചിലപ്പോൾ, അത് ശുദ്ധിയുള്ളതാണ്, നജസിൽ ഉൾപ്പെടുകയില്ല. രക്തത്തിന്റെ കലർപ്പുള്ള പാല് നജസിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ മുട്ടയിൽ ഇനി രക്തമുണ്ടെങ്കിൽ തന്നെ, മുട്ടയിൽ രക്തമുണ്ട്,
കോഴിമുട്ടയിക്കോട്ടെ. പക്ഷെ ആ മുട്ട കെട്ടിട്ടില്ല, കെടാത്ത മുട്ടയിൽ രക്തം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവാം, വിരിയും എന്നുണ്ടെങ്കിൽ ആ രക്തം നജസ് അല്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധിയുള്ളതാണ്, കെടാത്ത മുട്ടയിലെ രക്തം. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏതായിരിക്കട്ടെ, ഇത് ഇങ്ങനെ രക്തത്തിൽ നിന്നും നജസ് അല്ല എന്ന് പറഞ്ഞ കരള്, തിഹാല്, പ്ലീഹ എന്ന് പറഞ്ഞു, കസ്തൂരി, പിന്നെ കുട്ടിയുണ്ടാകുന്ന രക്തക്കട്ട, മാംസക്കട്ട, രക്തത്തിന്റെ കലർപ്പുള്ള പാല്, മുട്ടയിലെ കെട്ടാത്ത മുട്ടയിലെ രക്തം, 6 വസ്തുക്കൾ രക്തം നജസാണെന്നതിൽ നിന്നും നജസല്ല എന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഛർദിച്ചത് നജസാണോ? ആമാശയത്തിൽ എത്തിയതിനു ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നതെല്ലാം നജസാണ്. ഛർദിച്ചത് നജസാണെന്ന് വെച്ചാല് ആമാശയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നാൽ നജസാണ്. ആമാശയത്തിലെത്താതെ ചങ്കിലെത്തിക്കാണ്ട് കെട്ടന്നെ വന്നു, നെഞ്ഞിലെവിടെ എത്തിക്കാണ്ട് കെട്ടന്നെ വന്നു, ആമാശയത്തിൽ എത്തിയിട്ടില്ല, വയറ്റിലാണ് വായിക്കാറ് ആമാശയം. ആമാശയത്തിലെത്തിയ ഛർദിച്ച വന്നത് തിരിച്ചു മടങ്ങിയത് നജസാണ്. അതുപോലെ മൃഗങ്ങൾ അയവിറക്കും, മൃഗങ്ങള് അയവിറച്ചുകൊണ്ടിരിക്കും. എന്ത്? അവര് തിന്ന പുല്ലൊക്കെ വയറ്റിലേക്ക് എത്തിയിട്ട് വീണ്ടും വയറ്റുന്ന വായിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അവർ വീണ്ടും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അപ്പൊ വയറ്റിലെത്തിയിട്ട് വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന് ചവക്കാണെന്ന് മനസ്സിലാകുന്നത്. അത് നജസാണ്, ആ ജറത്ത് നജസാണ്. ഏത്? ആമാശയത്തിലെത്തിയിട്ട് തിരിച്ചു വന്ന അത്. ഇനിയിപ്പൊ അത് മാപ്പുണ്ടോ ഇല്ലേ? വെള്ളത്തിലൊക്കെ അവര് തലയിടുമ്പോ അത് നജസായില്ലേ? അപ്പൊ മാപ്പുണ്ടോ ഇല്ലേ? അത് പിന്നീട് ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നജസാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ചർച്ച ഇനി പിന്നീട് വരും. അതാണ് ക്ലാസ് തുടർച്ചയായി കേൾക്കണം എന്ന് പറയുന്നത്. ഞാൻ ഒരു നജസും കൂടി പറയാം. കയ്പ് എന്ന് പറയുന്ന ഈ കോഴിനക്കാർക്കാല് കയ്പ് ഒഴിവാക്കലുണ്ടല്ലോ, അത് നജസ. അതുപോലെ വിഷം, ജീവികളുടെ വിഷം, പാമ്പിന്റെ വിഷം, ചിലര് ആ വിഷം തിന്നുന്നത് കാണാൻ, ഈ പാമ്പ് പിടുത്തക്കാർ. നജസാണത്, തേളിന്റെ പാമ്പിന്റെ ഒക്കെ വിഷം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കയ്പ് നജസാണ്. ഇതാണ് നജസുകൾ മൊത്തത്തിൽ കുറെ ഇനങ്ങൾ. ഇനി നമുക്ക് ചില സ്ഥലങ്ങളിൽ നജസാകും, ചില സ്ഥലത്ത് നജസല്ല. നജസാകുന്ന ഇനമുണ്ട്, നജസാകാത്ത ഇനുണ്ട്. 2 ഇനങ്ങളാക്കി തിരിക്കാൻ പറ്റുന്ന, ചിലപ്പോൾ നജസാണ്, ചില വസ്തുവിന്റെ നജസല്ല. അങ്ങനെയുള്ള ഇനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ച അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.